సినిమాలో మిమ్మల్ని ఎక్కడన్నా 1% డిస్సాటిస్ఫాక్షన్ చేసినా నా ఇంటి అడ్రస్ పెడతా రండి. ആദിപുരുഷ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായ 50 കോടി രൂപ നഷ്ടം നികത്താൻ വേണ്ടി ആ ഡിസ്ട്രിബ്യൂട്ടർ നമ്മുടെ പാൻ ഇന്ത്യ നമ്പർ 1 ബാച്ചിലർ പ്രഭാസിനെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്ത മറ്റൊരു സിനിമ. ആൻഡ് ഇപ്പൊ ഇതും കൂടി ചേർത്ത് മൂപ്പരുടെ മൊത്തം നഷ്ടം 150 കോടി രൂപ. എനിക്ക് നഷ്ടപ്പെട്ട 3 കോടി വീണ്ടെടുക്കാൻ 5 കോടി മുടക്കാനും എനിക്ക് മടിയില്ല. യെസ് ഗൈസ്, ദി റെബൽ സ്റ്റാർ പ്രഭാസിന്റെ ലേറ്റസ്റ്റ് അപരാധം രാജാ സാബ്. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു പെൺകുട്ടി ഒരുത്തൻ ശല്യം ചെയ്യുന്നതും കാണിച്ചുകൊണ്ടാണ്. ആൻഡ് അത് കണ്ടതും അവിടെയുള്ള ഒരുത്തൻ പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്നോടെന്നും പറഞ്ഞ് ആ ശല്യം ചെയ്തവനെ വളച്ച് റാ പോലെ നിർത്തി ചവിട്ടി തെറിപ്പിച്ച് കളയും. അതോടുകൂടി ഒരു 10-15 ലോറി ചേർന്ന് തൊട്ടടുത്തുള്ള മൈതാനത്ത് റെബൽ സ്റ്റാർ എന്നിങ്ങനെ എഴുതി വെക്കും. യെസ് ഗൈസ്, ദി റെബൽ സ്റ്റാർ ഇൻട്രോ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവൻ സ്ത്രീകളെയൊക്കെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരുത്തരാണെന്ന്. പക്ഷെ അല്ല ഗൈസ്, ഇവൻ പെണ്ണുങ്ങളെ കണ്ടാൽ അപ്പ തുണി പൊക്കി കാണിക്കും. ഇനി പ്രഭയെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഇവൻ ലൈഫൊക്കെ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്ത് നടക്കുന്ന ഒരുത്തരാണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ പ്രഭ ഭയങ്കര ദുഃഖിതനാണ്. കാരണം ഇനി ഈ പ്രഭയ്ക്ക് ഒരു അൽഷിമേഴ്സ് പിടിച്ച മുത്തശ്ശിയുണ്ട്. എല്ലാ കാര്യം ഇവര് മറന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇവരുടെ ഭർത്താവ് സഞ്ജീതത്തിനെ മാത്രം ഇവര് മറന്നിട്ടേ ഇല്ല. ആൻഡ് ഈ സഞ്ജീതത്താണെങ്കിലോ വർഷങ്ങളായി മിസ്സിംഗുമാണ്. അപ്പൊ ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ മുത്തശ്ശി പണ്ട് കുറെ ആനയൊക്കെയുള്ള ഒരു കൊട്ടാരത്തിലെ ഒരു രാജ്ഞിയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവരുടെ ആ കൊട്ടാരത്തിൽ നിന്ന് സ്വർണവും പൈസയും ഒക്കെ കട്ട് അവരുടെ കാര്യസ്ഥൻ സമുദ്രക്കനെ അവിടുന്ന് സ്കൂട്ടാവുന്നത്. പിന്നാലെ അവനെ കണ്ടുപിടിച്ച് സ്വർണവും പൈസയും ഒക്കെ തിരിച്ചു കൊണ്ടുവരുമെന്നും പറഞ്ഞ് സഞ്ജീതത്തും ഇറങ്ങിത്തിരിക്കും. ആ പോയ പോക്കാണ് മനുഷ്യൻ പിന്നെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അത്രേ. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രഭ ഒരു ദിവസം അവന്റെ ഫ്രണ്ടിന്റെ ഫോണിലെ പിക്സ് ഒക്കെ നോക്കുമ്പോൾ വളരെ യാദൃശികമായി അവന്റെ അപ്പൂപ്പൻ സഞ്ജീതത്തിനെ ആ ഫോട്ടോയിലെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. അതോടുകൂടി അവന്റെ മുത്തശ്ശിയുടെ മെമ്മറി മൊത്തമായി ഫോർമാറ്റ് ആവണതിന് മുന്നേ അവർക്ക് മുത്തശ്ശിനെ ഒന്ന് കാണിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് പ്രഭ ആ പിക്ക് എടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുകയാണ്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ പോകുന്ന ഓട്ടോ എന്തോ കണ്ട് പെട്ടെന്ന് സ്കിഡാക്കി നിർത്തുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ഓ അപ്പൂപ്പനെ കിട്ടിക്കാണുമെന്നൊക്കെ. പക്ഷെ അല്ല ഗൈസ്, ഇതിവൻ അപ്പൂപ്പനെ കണ്ടോണ്ട് നിർത്തിയതൊന്നുമല്ല. പോണ വഴി സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ തുണി പൊക്കി കാണിക്കാൻ വേണ്ടി നിർത്തിയതാ. ഞാൻ തുണി പൊക്കി കാണിക്കാം. പല തരത്തിലുള്ള റൊമാൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കളസം പൊക്കി കാണിച്ചോണ്ടുള്ള റൊമാൻസ് ഞാൻ ആദ്യമായിട്ട് കാണുക. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. സോ ഗൈസ്, അങ്ങനെ ഇവളെ കണ്ടതോടുകൂടി പ്രഭ അപ്പൂപ്പൻ അന്വേഷിക്കുന്ന കാര്യങ്ങളൊക്കെ മറന്ന് ഇവളുടെ കൂടെ പാട്ടും ഡാൻസും ഒക്കെ ഇങ്ങനെ പോവുകയാവും. അങ്ങനെ ഈ ബിഗ് ബഡ്ജറ്റ് പാട്ടൊക്കെ കഴിഞ്ഞതും പ്രഭയുടെ കയ്യിലെ പൈസയൊക്കെ തീർന്ന് അവന്റെ അപ്പൂപ്പനെ കണ്ടുപിടിക്കാൻ പോലീസിന് കൈമണി കൊടുക്കാൻ പോലും കെൽപ്പില്ലാതെ പ്രഭ ഇങ്ങനെ അട്ടം നോക്കിയിരിക്കുന്ന സമയത്താണ് എന്റെ അപ്പൂപ്പനെ പണ്ട് കുറെ സഹായിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് കൈ നിറയെ പൈസയുമായി മാളൂട്ടി അങ്ങോട്ടേക്ക് വന്ന് പ്രഭയ്ക്ക് ഒരു പെട്ടി പൈസ കൊടുക്കുന്നത്. അപ്പോഴേക്കും അതാ കുറെ കള്ളന്മാര് വന്ന് ആ പണപ്പെട്ടിയും അടിച്ചു മാറ്റി അവിടുന്ന് ഓടി പോവുകയാണ്. പിന്നാലെ പ്രഭയും. എന്നിട്ട് അവിടെ അവന്മാരുമായി പ്രഭയുടെ അതിഭീകര സംഘടനമാണ്. സംഘടനം എന്നൊക്കെ പറഞ്ഞാൽ അവന്മാരൊക്കെ പ്രഭ ബൈക്ക് കൊടുക്കനെ തൂക്കിയെടുത്ത് കറക്കി വലിച്ചെറിയും. പിന്നെ കുറെ എണ്ണത്തിന് ചങ്ങലിട്ട് പൂട്ടി കെട്ടി വലിച്ച് കുതിര കളിക്കും. അവസാനം ആ കള്ളന്മാര് ഓടി ആ പണപ്പെട്ടി ജന്മാഷ്ടമിക്ക് ഉടക്കാൻ വേണ്ടി കെട്ടി തൂക്കിയ കുടത്തിന്റെ ഒപ്പം തൂക്കിയിടും. അത് കണ്ടതും ആ പണപ്പെട്ടി എടുക്കാൻ വേണ്ടി നമ്മുടെ പ്രഭ അങ്ങോട്ടേക്ക് കുരുവി വിജുവിനെ പോലെ പാറി വരികയാണ്. എന്നിട്ട് ആ പണപ്പെട്ടിയും എടുത്ത് അവിടുന്ന് പോകും. ഇതേ സമയം അങ്ങ് നാട്ടിലാണെങ്കിലോ വേറെ കുറച്ച് കള്ളന്മാര് വന്ന് നമ്മുടെ പ്രഭയുടെ മുത്തശ്ശിയുടെ സ്വർണ്ണമൊക്കെ അടിച്ചോണ്ട് പോവുകയാവും. അപ്പോഴേക്കും അത് അങ്ങോട്ടേക്ക് നമ്മുടെ മാളൂട്ടി ഒരു പിങ്ക് കളർ സ്റ്റെമ്പർ പന്ത് പോലെ ചാടി വന്ന് പൊളഞ്ഞ് ആ കള്ളന്മാരൊക്കെ അവിടുന്ന് അടിച്ചോടിക്കുകയാണ്. സോ ഗൈസ്, അങ്ങനെ മാള് കൊടുത്ത പൈസയും കൊണ്ട് പ്രഭ തന്റെ മുത്തശ്ശനെ അന്വേഷിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വളരെ യാദൃശികമായി അവന്റെ മുത്തശ്ശിന്റെ സ്വർണ്ണമൊക്കെ അടിച്ചോണ്ട് പോയ ആ കള്ളൻ മാനേജർ സമുദ്രക്കനിയെ കണ്ടുമുട്ടുന്നത്. മൂപ്പരെ കണ്ടതും പ്രഭ അവനെ ഓടിച്ചിട്ട് അടിച്ചിട്ട് പറയും, എവിടെ എന്റെ മുത്തശ്ശൻ, ഞങ്ങളുടെ സ്വർണ്ണമൊക്കെ എവിടെ നീ കൊണ്ടുപോയി വെച്ചെന്ന്. അപ്പോഴാണ് സമുദ്രക്കനി ആ ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് പറയുന്നത്, ഞാനല്ല സ്വർണ്ണമൊന്നും കട്ടത്, അതൊക്കെ കട്ടത് നിന്റെ മുത്തശ്ശൻ തന്നെയാണെന്ന്. എന്നിട്ട് മൂപ്പര് ഒരു ഫ്ലാഷ് ബാക്ക് അങ്ങ് പറയും. അതെന്താന്ന് വെച്ചാൽ ഈ സഞ്ജീതത്തുണ്ടല്ലോ, മൂപ്പര് പണ്ട് ശരിക്കും ഒരു പിച്ചക്കാരനായിരുന്നത്രേ. ആ സമയത്താണ് നമ്മുടെ പ്രഭയുടെ മുത്തശ്ശി അവിടെ കൊട്ടാരം വക അന്നദാനം നടത്തിയിരുന്നത്. ആൻഡ് അത് കണ്ടത് സഞ്ജീതത്തെ ഇച്ചിരി ചോറ് താ ചേച്ചി എന്നും പറഞ്ഞ് ആ രാജ്ഞിയുടെ കൈക്ക് കയറി പിടിക്കും.
അതോടെ സമുദ്രക്കനി സഞ്ജിതത്തിനെ ഞങ്ങളുടെ രാജ്ഞിയുടെ കൈക്ക് കയറി പിടിക്കുന്നോടെ എന്നും പറഞ്ഞ് ചവിട്ടി തെറിപ്പിച്ച് അടിച്ചു കൂട്ടുകയാണ്. ആ സംഭവത്തിന് ശേഷം സഞ്ജീതത്തിന് അവരോട് ഭയങ്കര പ്രതികാരമാണ്. അങ്ങനെ ആ രാജ്ഞിയെ എങ്ങനെയും വശീകരിച്ച് കൊട്ടാരം മൊത്തം സ്വന്തമാക്കാൻ വേണ്ടി സഞ്ജീതത്തിന് ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോയി ആ രാജ്ഞിയെ വശീകരിക്കാനുള്ള എന്തെങ്കിലും വഴി പറഞ്ഞതായി എന്ന് പറയും. അപ്പൊ തന്തൂരി പോലത്തെ മന്ത്രവാദി ഇവന് പറഞ്ഞു കൊടുക്കുന്ന ഐഡിയ ആണ്. சக்சஸ் ஆகணுமா தயிர் வடை கேள்விப்பட்டிருக்கீங்களா? அந்த தயிர் வடையை வாங்கி உங்க காதலை சொல்ல போங்க, அழகா காதல் செட் ஆகும். ആൻഡ് അത് കേട്ടത് സഞ്ജിതത്ത് ഒരു പ്ലേറ്റ് തൈര് വടയും വാങ്ങി രാജ്ഞിക്ക് കൊടുത്ത് അവള് വളച്ചെടുക്കുകയാണ്. എന്നിട്ട് അവരെയും കല്യാണം കഴിച്ച് ദത്ത നമ്പൂതിരിയായി ആ കൊട്ടാരം മൊത്തം അടിച്ചു മാറ്റി ആ കുറ്റം മാനേജറിന്റെ തലയ്ക്കുമിട്ട് ട്രെയിനിൽ കയറി നാട് വിടുകയാണ്. ഇതാണ് ഫ്ലാഷ് ബാക്ക്. മാത്രമല്ല ആ സമുദ്രക്കന്നി പ്രഭയോട് പറയും, എടാ നിന്റെ അപ്പൂപ്പൻ ഇപ്പൊ കാട്ടിന്റെ ഉള്ളിൽ ഒരു വമ്പൻ കൊട്ടാരവും കെട്ടി അതിന്റെ ഉള്ളിലാണ് താമസമെന്ന്. ആൻഡ് അത് കേട്ടതും പ്രഭയും അളവും ടീംസും നേരെ ആ കൊട്ടാരത്തിലേക്ക് അവന്റെ അപ്പൂപ്പനെ അന്വേഷിച്ച് പോവുകയാണ്. അപ്പോ നമുക്ക് പുറത്ത് ഗേറ്റിൽ തന്നെ തുടങ്ങാം. ആൻഡ് അവിടെ ചെന്നെത്തിയപ്പോഴാണ് പ്രഭ ആ കാര്യം മനസ്സിലാക്കുന്നത്. അവന്റെ അപ്പൂപ്പൻ 2 ദിവസം മുന്നേ തട്ടിപ്പോയി. ഇപ്പൊ ഒരു പ്രേതമായ കൊട്ടാരത്തിൽ നടക്കുകയാണത്രേ. പ്രേതം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രേതാണ്. പുകയൊക്കെ ആയിട്ട് നമ്മുടെ മുന്നിൽ വന്ന് പീഡിപ്പിക്കും. മാത്രമല്ല ഇവരെങ്ങനെയെങ്കിലും ഈ പ്രേതക്കോട്ടയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയാലോ അതും നടക്കൂല. അതായത് കൊട്ടാരത്തിന്റെ ഡോറ് തുറന്ന് പുറത്ത് കാല് വെച്ചാൽ ആ വഴി കുർള എക്സ്പ്രസ് പോകും. അവസാനം അവിടുന്ന് ഇറങ്ങാൻ ഒരു വഴിയുമില്ലാന്ന് കണ്ടതോടുകൂടി ഉള്ള കാലം നല്ല ഐറ്റം ഡാൻസും കണ്ട് ചാവമെന്ന് വിചാരിച്ച് നമ്മുടെ പ്രഭ അവന്റെ മറ്റേ ലവറേയും പിന്നെ അവന്റെ നാട്ടിലെ മുറപ്പെണ്ണിനെ കൂടി പ്രേതക്കോട്ടയിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് പ്രഭയും ആളവും മുറപ്പെണ്ണും മറ്റവളും കൂടി അവിടെ ഐറ്റം ഡാൻസ് കളിക്കും. ഇവിടെ പ്രേതത്തിനൊക്കെ എന്തെങ്കിലും വില കൊടുക്കടാ. അപ്പൊ ഇങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കൊട്ടാരത്തിലെ സ്വത്തുക്കളൊക്കെ കക്കാൻ വേണ്ടി കുറച്ച് കള്ളന്മാർ അങ്ങോട്ടേക്ക് വരുന്നത്. ഇതെന്താ കള്ളന്മാരുടെ സംസ്ഥാന സമ്മേളനോ? ആൻഡ് ഈ കള്ളന്മാരെയൊക്കെ കണ്ടതും എന്റെ സ്വത്തൊന്നും തൊടാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല എന്നും പറഞ്ഞ് ആ ദത്തന്റെ പ്രേതം നമ്മുടെ പ്രഭയുടെ ബോഡിയിൽ കയറി ഒരു ചുരിദാറും ഇട്ട് വരുന്നത്. എന്നിട്ട് മൂപ്പര കൊട്ടാരത്തിന്റെ ഗ്രാവിറ്റി മൊത്തം കളഞ്ഞ് ആ കള്ളന്മാരെയൊക്കെ സീലിംഗിന്റെ മേലെ കയറ്റി അടിച്ചോടിക്കുകയാണ് അവിടുന്ന്. എന്തൊക്കെയാടാ ഇത്? എന്തിനാടാ ഇങ്ങനെ ഒരു സീന്? അപ്പൊ ഇജാതി അപരാധങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രഭ അത് മനസ്സിലാക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ സഞ്ജീതത്തിന്റെ പ്രേതമില്ലേ മൂപ്പര കട്ടുണ്ടാക്കിയ സ്വത്തുകളൊക്കെ അനുഭവിച്ച് തീർക്കാൻ വേണ്ടി വീണ്ടും പുനർജനിക്കാൻ വേണ്ടി പ്ലാൻ ആക്കി നിൽക്കുകയാണത്രേ. സോ സഞ്ജീതത്തിനെ പുനർജനിക്കാൻ വേണ്ടി നമ്മുടെ പ്രഭയുടെ അമ്മുമ്മനെ അമാവാസി ദിവസം ബലി കൊടുക്കണം പോലും. അപ്പൊ ഇതായിരുന്നാലും മനസ്സിലിരിപ്പ്. എന്റെ കാര്യം അറിഞ്ഞതും ആകെ ദേഷ്യം വന്ന പ്രഭ ദത്തനെ അടിച്ചു കൊല്ലാൻ വേണ്ടി ഇറങ്ങി തിരിക്കുകയാവും. എന്നിട്ട് നീ സ്വത്തൊക്കെ അനുഭവിക്കാൻ വേണ്ടിയല്ലേ എന്റെ അമ്മൂമ്മനെ കൊല്ലാൻ പോണേന്നും പറഞ്ഞ് അവിടെ കൂട്ടിയിരിക്കുന്ന പൈസ സ്വർണ്ണമൊക്കെ നമ്മുടെ പ്രഭ കത്തിക്കാൻ തുടങ്ങുകയാണ്. അത് കണ്ടതും അതാ സഞ്ജീതത്ത് നമ്മുടെ പ്രഭയെ അങ്ങ് ഹിപ്നോട്ടൈസ് ആക്കും. എന്നിട്ട് നീ ഇപ്പൊ കത്തിക്കുന്നത് സ്വർണവും പൈസയും ഒന്നുമല്ല നിന്റെ അമ്മൂമ്മയുടെ കാലാണെന്ന് പറഞ്ഞ് പ്രഭയെ ആകെ കൺഫ്യൂഷൻ ആക്കും. അങ്ങനെ ഈ ദത്തന്റെ മെന്റലിസം കാരണം മൊത്തത്തിൽ ഭ്രാന്തായ പ്രഭ അവന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഏകാഗ്രത കൈവരിച്ച് അവന്റെ അമ്മുമ്മയുടെ മുഖവും മനസ്സിൽ ധ്യാനിച്ച് ആ അമ്മുമ്മേനെ കൊണ്ട് പ്രഭയുടെ മനസ്സിനെ മോട്ടിവേറ്റ് ആക്കിപ്പിച്ച് ദത്തിനെ അടിച്ചു കൊല്ലാൻ വേണ്ടി പോവുകയാണ്. അതോടുകൂടി പ്രഭ ആകെ മോട്ടിവേറ്റ് ആയി ദത്തിനെ അടിച്ചിടാൻ വേണ്ടി പോവുകയാവും. അപ്പൊ ദത്തൻ അവന്റെ പവർ ഉപയോഗിച്ച് ആ കൊട്ടാരത്തിന്റെ ഹാളിൽ മൊത്തം വെള്ളം നിറച്ച് നമ്മുടെ പ്രഭയെ കൊല്ലാൻ വേണ്ടി ഒരു മുതലിനെ കെട്ടഴിച്ചു വിടും. പിന്നീട് അവിടെ മുതലയും പ്രഭാസും കൂടിയുള്ള വൻ സംഘടനമാണ്. പ്രഭയ മുതലേനെ കുനിച്ചു നിർത്തി കൂമിലൊക്കെ ഇട്ട് അടിക്കും. എന്നിട്ട് അതിനെടുത്ത് എയറിലിട്ട് വട്ടം കറക്കി കളിക്കും കുറച്ചു നേരം. പിന്നെ ആ പാവം പിടിച്ച മുതലേന്റെ മണ്ടക്കിട്ട് ഒരു ആണി അടിച്ച് അതിന് വാലിൽ വാരി കറക്കി അടിച്ചു കൊല്ലും. അങ്ങനെ മുതലേനെ കൊണ്ടുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞതും ആ ദത്തൻ പ്രഭയെ പൂട്ടാൻ വേണ്ടി അടുത്ത പരിപാടി ഇറക്കുകയാണ്. അതെന്താന്ന് വെച്ചാൽ മൂപ്പരുടെ ശക്തി വെച്ച് ആ കൊട്ടാരം മൊത്തം മണലിട്ട് നിറച്ച് നമ്മുടെ പ്രഭയെ അതിലിട്ട് മൂടും. ആൻഡ് അതിന്റെ ഉള്ളിന്ന് പോലും നമ്മുടെ പ്രഭ പൊളന്നെഴുന്നേറ്റ് വരികയാണ്. എന്താ കാര്യം? അവന്റെ അമ്മൂമ്മയുടെ മോട്ടിവേഷൻ. അങ്ങനെ അവസാനം ഇതുകൊണ്ട് രക്ഷയില്ലെന്ന് കണ്ട ദത്തൻ ഒരു വമ്പൻ രാക്ഷസനായി മാറുകയാണ്. എന്നിട്ട് അവൻ പ്രഭയെ കയ്യിലെടുത്ത് പീച്ച് കളിക്കും. ഇതെന്താ കൈ തന്നെയാണ്.
സോ ഗൈസ്, അങ്ങനെ ആ ദത്തൻ നമ്മുടെ പ്രഭയെ വലിച്ചെടുത്ത് തിന്നാൻ നിൽക്കാവും. ആ സമയത്താണ് പിന്നെയും അവന്റെ സ്വപ്നത്തിൽ അവന്റെ അമ്മൂമ്മയുടെ മോട്ടിവേഷൻ വരുന്നത്. അത് കേട്ടതോട് കൂടി നമ്മുടെ പ്രഭ 4 LED ബൾബും കത്തിച്ച് ഫുൾ പവറും എടുത്ത് കുടഞ്ഞെഴുന്നേറ്റ് ആ രാക്ഷസൻ ഒരൊറ്റ പഞ്ചിൽ അടിച്ച് പടമാക്കുകയാണ്. അവസാനം ഇവൻ കറങ്ങി ഏതോ സർക്കസ് കൂടാരത്തിലെത്തും. അപ്പൊ അവിടെ ഇവന്റെ അതേപോലെ വേറൊരു കോമാളി ഇരിക്കുന്നത്. ഈ സീനിനൊക്കെ ഭയങ്കര അർത്ഥാണ്. ആ അർത്ഥമൊക്കെ സെക്കൻഡ് പാർട്ടിൽ പറയാന്നും പറഞ്ഞ് ഈ അപരാധം ഇവിടെ അവസാനിക്കുകയാണ്. പടം കഴിഞ്ഞ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBFI, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോര, അർജുനൻ, ബലറാം, ബസ്താരദ, ലൈ ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ ട്രീ കമ്പകൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.